പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജീവിതത്തിൽ ഒട്ടധികം തിരക്കുള്ളവരാണ്. എന്നാൽ ഏത് തിരക്കിനിടയിലും ജീവിതത്തിലെ മനോഹരമായ പ്രസൻറ്റ് മൊമെൻറ്റ്സിനെ ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെ ഒഴിഞ്ഞ സമയത്ത് നമ്മൾ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു കടപ്പുറത്ത് വന്നാൽ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും പാർക്കിലോ മറ്റോ പോയാൽ എത്ര പേർക്ക് അവിടെയുള്ള ഓരോ പ്രകൃതിയിലെ അണുക്കളെയും ഓരോ സംഭവങ്ങളെയും കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ സാധിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ ഈ കടപ്പുറത്ത് കടലിൻ്റെ മനോഹാരിത, കടൽ തിരമാലകളുടെ ആ ഒരു ശബ്ദം, അതോടൊപ്പം ഇവിടെ കാണുന്ന വശ്യമായിട്ടുള്ള മറ്റ് പ്രകൃതിയുടെ ഓരോ ചാരുതയും ഭംഗിയും കൃത്യമായി നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? ഇവിടെയുള്ള ശബ്ദങ്ങളുടെ ഓരോന്നിനെയും ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? അതിലുള്ള മനോഹരമായൊരു സംഗീതത്തെ നാം തിരിച്ചറിയുന്നുണ്ടോ? ഇങ്ങനെ പ്രകൃതിയുടെ ഓരോ ഇതും, കടലിൻ്റെ ആ കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനുഭവം നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ കുളിക്കുന്ന സമയത്ത് ഓരോ വെള്ളത്തുള്ളികളും നമ്മുടെ ശരീരത്തെ മസാജ് ചെയ്യുന്നു നമ്മൾ അറിയാറുണ്ടോ? ഭൂമിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഓരോ അടിയും നമ്മളിങ്ങനെ ഭൂമിയിൽ ചവിട്ടുമ്പോൾ ആ ഓരോ ചവിട്ടും നമുക്കിങ്ങനെ കൃത്യമായിട്ട് അനുഭവപ്പെടാറുണ്ടോ? അങ്ങനെ ഭൂമിയിലുള്ള നമ്മുടെ ഓരോ കാൽപാദം വെക്കുന്നതും കൃത്യമായി ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നടന്നു പോയാൽ, അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്താൽ നമുക്ക് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകും. ഇങ്ങനെ പ്രസൻറ്റ് മൊമെൻറ്റ്സിനെ മറ്റുള്ള തിരക്കുകളിൽ നിന്നൊക്കെ മാറി അതിനെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ്സുകളെ, മാനസിക സമ്മർദ്ദങ്ങളെ ഒരു പരിധിവരെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. ഇങ്ങനെ ഏത് സന്ദർഭത്തിലും നമ്മുടെ ഏത് നിമിഷത്തിലാണോ ഏത് സാഹചര്യത്തിലാണോ നമ്മളുള്ളത് അതിനെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ആസ്വദിക്കാനും നമുക്ക് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മക്കളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടാൽ, അവരുടെ സംസാരം കേട്ടാൽ, അവരുടെ ആ ഓരോ കളികളൊക്കെ കാണുമ്പോൾ അതിനെ എത്ര മനോഹരമായിട്ട്, അതിനാ നിഷ്കളങ്കതയോടുകൂടെയുള്ള അവരുടെ ഓരോ പെരുമാറ്റങ്ങളെയും കൃത്യമായിട്ട് ആസ്വദിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? അതോ ആ സമയത്ത് പോലും നമ്മളിങ്ങനെ ഫോണിൽ നോക്കി തിരക്കുകളുണ്ടായി നമ്മുടെ തിരക്കുകളിലായി ഇങ്ങനെ ഇതാക്കി നമ്മൾ അലിഞ്ഞു ചേർന്ന് തീരുകയാണോ നമ്മുടെ ജീവിതം? അങ്ങനെ തിരക്കിൽ മാത്രമായിട്ട് അലിഞ്ഞു ചേർന്ന് തീരുകയാണെങ്കിൽ എന്നാണ് നമുക്കൊന്ന് ഈ സ്വസ്ഥത കൈവരിക്കാൻ പറ്റുക? എന്നാണ് തിരക്കുകളൊന്ന് മാറാൻ പറ്റുക? ചില മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്, അവരുടെ മുൻപിൽ അവരുടെ ചുറ്റിലും സുഖസൗകര്യങ്ങൾ ഉണ്ടാകും, അവർക്ക് വലിയ വീടുകളുണ്ടാകും, മനോഹരമായ വാഹനം ഉണ്ടാകും, സമ്പത്തുണ്ടാകും. പക്ഷേ ഈ സമ്പത്തിനെയും ഈ വാഹനത്തെയും വീട്ടിലെ സൗകര്യങ്ങളെയും അദ്ദേഹത്തിന് ചുറ്റിലുമുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളെയും കൃത്യമായിട്ട് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ അനുഭവിക്കാനോ ഒരു പക്ഷേ അവർക്ക് കഴിയുന്നുണ്ടാവില്ല. അവരിങ്ങനെ അവരുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പ്രയാസപ്പെടുകയായിരിക്കും. അവരുടെ കഴിഞ്ഞ കാലത്തെ നഷ്ടങ്ങൾ ആലോചിച്ചുകൊണ്ട് അവർ മനസ്സിലിങ്ങനെ നീറിപ്പോവുകയായിരിക്കും. അവരുടെ എല്ലാ സൗകര്യങ്ങളുടെയും സുഖസൗകര്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും നടുവിലായിരിക്കും അവർ ജീവിക്കുന്നത്. എന്നാൽ പോലും ഉള്ളു നീറി ഏതൊരു മൊമെൻറ്റ്സും ആസ്വദിക്കാൻ കഴിയാതെ ഇങ്ങനെ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരല്പസമയം ഒഴിഞ്ഞിരുന്ന് നമുക്കിങ്ങനെ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ്സിനെ മനോഹരമായിട്ട് അനുഭവിക്കാൻ നമുക്ക് ശീലിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ വീഡിയോ. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ആ ആരാധന ചെയ്യുമ്പോൾ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അതിലുള്ള ഓരോ വാക്കുകളും മന്ത്രങ്ങളും പ്രാർത്ഥനകളും നമ്മൾ ഉരുവിടുന്ന നമ്മുടെ ചുണ്ടിലെ ഓരോ ഉച്ചാരണങ്ങളും ഇങ്ങനെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് മാത്രം മുഴുകി നമ്മുടെ നെറ്റി ഇങ്ങനെ ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ, മുസല്ലയിലോ പള്ളിയിലുള്ള കാർപ്പറ്റിലോ ഒക്കെ സ്പർശിക്കുമ്പോൾ ആ നെറ്റിയിലെ ആ ഒരു അനുഭവം നമ്മളിങ്ങനെ വിചാരിച്ച് അങ്ങനെ ഓരോന്നും നമ്മളുടെ റുക്കൂ ആവട്ടെ സുജൂദാവട്ടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളാകട്ടെ അതൊക്കെ കൃത്യമായിട്ട് അനുഭവിച്ചറിഞ്ഞ് മനസ്സ് അതിലേക്ക് കൊടുത്ത് ഏകാഗ്രമായിട്ട് നമ്മൾ ആരാധനകൾ നിർവഹിക്കുകയാണെങ്കിൽ പോലും മനസ്സിന് ഈ ഒരു സ്വസ്ഥത കൈവരും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെ ഏറ്റവും നമുക്ക് ഒരു മൈൻഡ്ഫുൾനെസ് കിട്ടുന്ന കാര്യങ്ങളായിട്ട് മാറ്റാൻ നമ്മൾ വിചാരിച്ചാൽ അത് കഴിയും. അതിന് വേണ്ട ആദ്യത്തെ പരിശീലനം എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ, ഏത് സ്ഥലത്താണോ, ഏത് സാഹചര്യത്തിലാണോ ഉള്ളത് ആ സാഹചര്യത്തെ കൃത്യമായിട്ട് അനുഭവിക്കാനും നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ള